ലബനന് നേരെ വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നിരിക്കുന്നു. ആക്രമണത്തിന് കൂടുതൽ വിശദാംശങ്ങൾ. തന്നെ വലിയ തോതിലുള്ള വ്യോമാക്രമണമാണ് ലബനാൻ കേന്ദ്രീകരിച്ച് നടന്നത്. അതേസമയം ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണവും വ്യാപകമായി തന്നെ ഇന്ന് വൈകിട്ട് തുടർന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 2 സൈനികർ കൊല്ലപ്പെടുകയും 1 സൈനികന് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കേന്ദ്രങ്ങളിൽ തങ്ങൾ വ്യോമാക്രമണം നടത്തിയതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗസയിൽ നിന്ന് 2 ഡിവിഷൻ സൈന്യത്തെ ഇന്നലെ തന്നെ അവിടെ നിന്ന് പിൻവലിച്ചുകൊണ്ട് വടക്കൻ അതിർത്തിയിലേക്ക് പുനർവിന്യാസം നടത്തിയിട്ടുണ്ട്. കൂടുതൽ യുദ്ധസന്നാഹങ്ങളും യുദ്ധ പരിശീലനങ്ങളും വടക്കൻ ഇസ്രായേലിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങാനുള്ള സൂചനയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഒക്കെയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് നേരത്തെ ഒഴിപ്പിച്ച ഏതാണ്ട് 10-11 മാസം മുമ്പ് ഒഴിപ്പിച്ച ആളുകളെ പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നത് രാജ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണെന്ന് നെതന്യാഹുവും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ലബനാനിൽ നിന്ന് ഹിസ്ബുല്ലയുടെ ഈ പേജർ വാക്കി ടോക്കി ദുരന്തത്തിൽ തുടർന്നുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്നാണ് കരുതുന്നത്. ഏതായാലും വലിയ തോതിലുള്ള യുദ്ധ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് മേഖലയിൽ തുടരുന്നത്. കാരണം ബെയ്റൂത്ത് ഉൾപ്പെടെയുള്ള ലബനാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിലൂടെയും ഇന്ന് യുദ്ധവിമാനങ്ങൾ പറന്നത് കൃത്യമായിട്ടുള്ള തങ്ങളുടെ ഒരു അടുത്ത ലക്ഷ്യം എന്ത് എന്ന് ഇസ്രായേൽ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കൻ US സ്റ്റേറ്റ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണത്തിൽ പറയുന്നത് ഇറാന്റെയും അവരുടെ മിലീഷ്യകളുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ട്, തങ്ങളത് നിറവേറ്റുമെന്നാണ്. അത്തരമൊരു ആക്രമണം ലബനാന് നേരെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് പിന്തുണ നൽകുമെന്നൊരു പ്രഖ്യാപനം കൂടിയാണ് US സ്റ്റേറ്റ് വകുപ്പ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നയതന്ത്ര ദൗത്യം ഇനി അമേരിക്കയുടെയോ യൂറോപ്യൻ യൂണിയൻ്റെയോ ഭാഗത്ത് നിന്ന് നടക്കാനും വിജയിക്കാനുമുള്ളൊരു സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ളൊരു പക്ഷം ചേരൽ ആണ് അമേരിക്ക ഇത്തവണയും നടത്താൻ പോകുന്നത് എന്നൊരു സൂചന കൂടി ഇതിൽ നിന്ന് വ്യക്തമാണ്. ഏതാണ്ട് 30,000-ത്തിലധികം അമേരിക്കൻ വംശജർ ഇപ്പോൾ ലബനാനിലുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ വ്യാപകമായിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവരെ അവിടെ നിന്നും സൈപ്രസിലേക്ക് മാറ്റാനുള്ള ഒരു അടിയന്തര തീരുമാനം കൂടി US സ്റ്റേറ്റ് വകുപ്പ് കൈക്കൊണ്ടതായിട്ടും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുജീബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. മുജീബ്, ഇവിടെ ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിലൂടെ പശ്ചിമേഷ്യ എത്രത്തോളം ഒരു യുദ്ധഭീതിയിലേക്കാണ് കൂടുതൽ എത്തിയിരിക്കുന്നത്? എന്താണ് അവസ്ഥ? ധന്യ, നിലവിൽ തന്നെ ഗസയ്ക്ക് നേരുള്ള വലിയ ആക്രമണം അത് തുടർന്നുകൊണ്ടിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലക്ക് നേരെ, അതായത് ലബനാനിന് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആ സൂചന നൽകിയിരുന്നു. ലബനാൻ്റെ, അതായത് രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗത്തേക്ക്, ലബനാൻ്റെ വടക്കൻ അതിർത്തിയിൽ അങ്ങോട്ടേക്ക് തങ്ങളുടെ സൈനിക നീക്കം ആരംഭിക്കുന്നു, ലബനാൻ അതിർത്തിയിലേക്ക് ഒരു സൈനിക പുറപ്പാട് തന്നെ നടത്തുന്നു എന്നുള്ള സൂചന നൽകിയിരുന്നു. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 ദിവസങ്ങളിലായി പേജർ ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങളിലായി 37 പേരാണ് ലബനാനിൽ കൊല്ലപ്പെട്ടത്. അവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള അവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയെന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് 2 ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഈ ലബനാൻ്റെ തെക്കൻ അതിർത്തിയിലേക്ക് എത്തുകയും അവിടെ ബോംബ് വർഷിക്കുകയും ചെയ്തത്. 2ഇടത്ത് ബോംബ് സ്ഥലത്ത് തന്നെയാണോ? അവിടെ നിന്ന് ഈ ആൾനാശത്തിന്റെയോ ഇല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെയോ പുതിയ കണക്കുകളോ വിവരങ്ങളോ ഒക്കെ പുറത്തു വരുന്നുണ്ടോ? വടക്കൻ അതിർത്തിയിൽ നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ നടന്നതാണ്. എന്നാൽ തെക്കൻ അതിർത്തിയിൽ ഇപ്പോൾ ഇന്ന് ഒരു ആക്രമണം നടന്നിരിക്കുന്നു. പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ നടന്ന ഈ ഒരു ആക്രമണം വലിയ തരത്തിലുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ട് തന്നെയാണ് ലബനാൻ കാണുന്നത്. അതുതന്നെയാണ് ഈ ഹസൻ നസ്രുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പേജർ സ്ഫോടനങ്ങൾ പോലും ഇസ്രായേലിൻ്റെ ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ടാണ് തങ്ങൾ കാണുന്നത്. ഇസ്രായേൽ എല്ലാ അതിരുകളും ലംഘിക്കുകയാണ്, അവരന്യായമായുള്ളൊരു കടന്നുകയറ്റമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരിക്കുന്നത്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന്, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് ധാരാളം കുടുംബങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട്. അവർക്കൊരിക്കലും
ഗസ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതുവരെ ആ ഭൂമിയിലേക്ക് തിരിച്ചെത്താനാവില്ല, അതിന് തങ്ങൾ അനുവദിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകി. മറ്റൊന്ന്, ഇസ്രയേലിലേക്കുള്ള വിമാനങ്ങൾ മുഴുവനും ഈ ലബനാൻ്റെ മുകളിലൂടെ വളരെ താഴ്ന്നാണ് പറക്കുന്നത് എന്ന കാര്യം മറക്കരുത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും മേഖലയിലേക്ക് ഈ യുദ്ധം, ഗസയിൽ തുടങ്ങിയ ആ യുദ്ധം ഈ മേഖലയിലാകെ വ്യാപിക്കുന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ് അവിടെ നൽകുന്നത്. ഇസ്രയേലും അതേ തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങൾ ഇനി ലബനാൻ്റെ നേരെയാണ് തിരിയുന്നത് എന്ന സൂചന നേരത്തെ നൽകിക്കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം, അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളാൻ വേണ്ടി അവരും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏതായിരുന്നാലും മേഖല വലിയൊരു യുദ്ധഭീതിയിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങൾ, ഒരു കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കപ്പെടുന്ന തരത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുക, പ്രത്യേകിച്ചും പേജറുകൾ പോലെ, വോക്കി ടോക്കികൾ പോലെയുള്ള ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുക എന്നത് ലോക ചരിത്രത്തിൽ പരിചിതമില്ലാത്ത ഒരു യുദ്ധരീതിയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരിട്ടുള്ള വ്യോമാക്രമണവും ആരംഭിച്ചിരിക്കുന്നത്. ആ വ്യോമാക്രമണം തുടങ്ങി, പക്ഷേ അതിലിപ്പോൾ എത്രമാത്രം ആളുകൾക്ക് പരിക്കുകളുണ്ട്, അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം തൊട്ടുടനെ തന്നെ ലബനാൻ അതിർത്തിയിലേക്ക് ഈ ഇസ്രയേൽ സൈന്യം അവരുടെ ടാങ്കറുകളും മറ്റും എത്തിച്ചുകൊണ്ടുള്ള ഒരു സൈനിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ലബനാൻ അതിർത്തിയിൽ ഉണ്ടാവുന്നു. അവിടെ 2 സൈനികർ ഇന്ന് തന്നെ കൊല്ലപ്പെടുന്നു. ഒരു സൈനിക ഓഫീസറാണ് കൊല്ലപ്പെട്ടത്, അതൊരു ഡ്രോൺ ആക്രമണത്തിലായിരുന്നു. രണ്ടാമത്തെ ഒരു ആക്രമണം നടക്കുന്നത് ഈ ടാങ്കറുകൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചൊരു മിസൈൽ പതിച്ചുകൊണ്ട് മറ്റൊരു സൈനികനും കൊല്ലപ്പെടുന്നു. ഈ സൈനിക നീക്കം ശക്തിപ്പെടുത്തുന്നതിനിടയിൽ ഈ അതിർത്തിയിൽ 2 സൈനികരെ ഒരേ സമയം നഷ്ടപ്പെട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി തന്നെ നിൽക്കുകയാണ്. ഏതായിരുന്നാലും സംഘർഷ കലുഷിതമായിട്ടാണ് ലബനാൻ ഇസ്രായേൽ അതിർത്തി ഇപ്പോൾ തുടരുന്നത്. മുജീബ് തുടരാമോ? MC നാസർ വീണ്ടും ചേരുന്നുണ്ട്. നാസർ, ഇവിടെ നസ്രുള്ള നമ്മൾ കേട്ടതാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പേരെടുത്ത് പറഞ്ഞാണ് കനത്ത തിരിച്ചടി നൽകും എന്ന് പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം ശക്തമായ ഒരു തിരിച്ചടിക്കായിരിക്കും തയ്യാറാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, വിമാനത്തിൽ ഉൾപ്പെടെ വലിയ വിലക്കുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ വലിയൊരു ശ്രദ്ധ കൊടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഏതു തരത്തിലാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ? ഇതിന് തീർച്ചയായിട്ടും, കാരണം ഇരുപക്ഷവും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി മേഖലകളിൽ ഒരു സമാധാനം രൂപപ്പെടണമെങ്കിൽ ആ അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് അകറ്റേണ്ടതുണ്ട്. ഇത് നേരത്തെ തന്നെ നെതന്യാഹുവും അതോടൊപ്പം തന്നെ യോവ് ഗാലന്റും പ്രതികരിച്ചതാണ്. തങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് വരിക എന്നതിൻ്റെ അർത്ഥം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ആ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയെ അവിടെ നിന്ന് അവരുടെ സാന്നിധ്യത്തെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അത്തരമൊരു യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ വ്യാപ്തിയുള്ള യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം തന്നെയാണ് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള പറഞ്ഞിരിക്കുന്ന, ഒരിക്കൽ പോലും ഈ ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവരുടെ തിരിച്ചുവരവ് ഈ ഗസയിലെ യുദ്ധം അവസാനിക്കാതെ അവർക്കൊരിക്കലും തിരിച്ചു വരാനാകില്ല. അതിന് തങ്ങൾ അനുവദിക്കുകയില്ല. ആ ചുവപ്പ് രേഖ ഇസ്രായേൽ മറികടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങൾ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഏറെക്കുറെ ഒരു തകർന്ന സാഹചര്യത്തിൽ എത്ര കണ്ട് ഹിസ്ബുള്ളക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതിരോധത്തെ അല്ലെങ്കിൽ പ്രത്യാക്രമണത്തെ നേരിടാൻ സാധിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇനി ഇതിൽ ഇറാന്റെ പങ്ക് എന്തായിരിക്കും? ഇറാൻ ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു മൗനം പാലിക്കുകയാണ്. കേവലമായിട്ടുള്ള ഒരു പ്രതിഷേധം അറിയിക്കുക എന്നതിൽ അപ്പുറത്തേക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മുന്നറിയിപ്പോ ഭീഷണിയോ ഈ ഘട്ടം വരെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിക്കുക എന്നൊരു ഘട്ടം വരികയാണെങ്കിൽ ലബനാനിലെ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണെന്ന് നേരത്തെ തന്നെ ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് യമനിലെ ഹൂത്തികൾ, ഇറാഖിലെ മിലീഷ്യ വിഭാഗങ്ങൾ, സിറിയയിലെ മിലീഷ്യ വിഭാഗങ്ങൾ, ഇവരും കൂടി ഈ യുദ്ധത്തിൽ അത്തരമൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവർ കൂടി ഇതിൽ പങ്കുവഹിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ എല്ലാവരും പേടിച്ചതുപോലെ തന്നെ ഒരു ആശങ്കയിലേക്ക് ഇത് നീങ്ങും. ഇതിനെ തടയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നയതന്ത്ര നീക്കങ്ങൾ ഉണ്ടാകണം. അത് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിരോധ സെക്രട്ടറി അമേരിക്കയുടേത് ഇസ്രായേലിൽ എത്തേണ്ടതായിരുന്നു. ആ യാത്ര മാറ്റിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വിമാനങ്ങളിൽ വാക്കി ടോക്കി, അതോടൊപ്പം തന്നെ പേജറുകൾ കൊണ്ടുപോകുന്നതിന് ലബനാൻ പൂർണ്ണമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഡിവൈസുകളും വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ലബനാൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല വിമാന കമ്പനികളും ബെയ്റൂത്തിലേക്കും അതോടൊപ്പം തന്നെ തെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിലേക്കുമുള്ള സർവീസുകൾ നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട്. വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂർ
മണിക്കൂറുകൾ പിന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങളും അതിനോടുള്ള ഹിസ്ബുല്ലയുടെ പ്രതികരണവും എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്നത്, അല്ലെങ്കിൽ ആശങ്ക ഏതർത്ഥത്തിലേക്ക് ഉണ്ടാകും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളും അവരുടെ തുടർ നീക്കങ്ങൾ എന്ത് എന്ന് അറിയേണ്ടതുണ്ട്. അത് മിക്കവാറും അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതാണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ യുദ്ധം വ്യാപിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് മറ്റൊരു തരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. നന്ദി MC എനാസ, മുജീർ റഹ്മാൻ.